കഴിഞ്ഞു, ആ വ്യക്തി വീണ്ടും സാധാരണ നിലയിലാകുന്നു. ആ ദുഃഖത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിലനിൽക്കുന്നു, നാളുകൾ കഴിഞ്ഞിട്ടും ആ ദുഃഖം മാറിപ്പോകുന്നില്ല. അതൊരു നിഴല് പോലെ ആ വ്യക്തിയെ മൂടുവാനിടവരും. ആ ദുഃഖം ആ വ്യക്തിയെ ഒരു കറുത്ത പുതപ്പ് കൊണ്ട് ആ വ്യക്തി മൂടപ്പെടുന്നത് പോലെ ആ ദുഃഖം ആ വ്യക്തിയെ മൂടപ്പെടുവാൻ, ആ നിലയിലുള്ള ആ സാഡ്നസ് വിളിച്ചു പറയുന്നത് മനസ്സിന് എവിടെയോ മുറിവുണ്ടായിട്ടുണ്ട്. ആ മുറിവ് സൗഖ്യമാക്കിയെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള നിന്റെ ജീവിതം ഗുണപ്രദമായി തീരുകയുള്ളൂ, ഫലപ്രദമായി തീരുകയുള്ളൂ. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്ഫുള്ളായി തീരുകയുള്ളൂ. അനേകം ഉദാഹരണങ്ങൾ പറയുവാൻ കഴിയും. വിശേഷിച്ചും ആ ദൈവദാസന്മാരുമായി ബന്ധപ്പെടുത്തി പഠിക്കുകയാണ് എങ്കിൽ ശുശ്രൂഷയിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രതീക്ഷകളുണ്ട്. ഞാൻ വടക്കേ ഇന്ത്യയിൽ കടന്നുപോയി ശുശ്രൂഷിക്കുന്നതിനാൽ അവിടെയുള്ള അനേകം ദൈവദാസന്മാരെ കണ്ടുമുട്ടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ പ്രതീക്ഷകളോടും വാഗ്ദത്തങ്ങളോടും ദർശനങ്ങളോടും കൂടിയൊക്കെയാണ് ആ വരണ്ട ഭൂമിയിൽ പലരും കടന്നു വന്നത്. എന്നാൽ നാളുകൾ കഴിയുന്നു, വർഷങ്ങൾ കഴിയുന്നു, അവർ കണ്ട ദർശനം പൂർത്തീകരണത്തിലേക്ക് വരുന്നില്ല. അവർക്ക് ലഭ്യമായ ആലോചനകൾ പൂർത്തീകരണത്തിലേക്ക് വരുന്നില്ല. എത്ര പേരെ എനിക്ക് കണ്ടുമുട്ടുവാൻ കഴിഞ്ഞിരിക്കുന്നു. അവരെ ഒരു ദുഃഖം മൂടിയിരിക്കുന്നു. 20 വർഷം കഴിഞ്ഞിരിക്കുന്നു ബ്രദർ, ജീവിതം നഷ്ടപ്പെട്ടു. കേരളത്തിലായിരുന്നുവെങ്കിൽ ഒന്നുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിലയിൽ പ്രയോജനപ്പെടുവാൻ കഴിയുമായിരുന്നു. ജീവിതം നഷ്ടപ്പെട്ടു. ഒരു ദുഃഖം അവരെ മൂടിയിരിക്കുകയാണ്. ഇവിടെ ഇത് തന്നെ മറ്റു സാഹചര്യങ്ങളിലും വിദ്യാഭ്യാസം ചെയ്തു, വലിയ പ്രതീക്ഷയായിരുന്നു, ഉന്നതമാകുന്ന ഒരു ജോലിയിൽ പ്രവേശിക്കണമെന്ന്. ഓരോ വാതിൽക്കൽ മുട്ടി, ഒരു വാതിൽക്കൽ മുട്ടി, ജോലി ലഭിച്ചില്ല. അടുത്ത വാതിൽക്കൽ മുട്ടി, ജോലി ലഭിച്ചില്ല. 28 വയസ്സ്, 30 വയസ്സ്, വീണ്ടും പ്രതീക്ഷയാണ്. 35 മുൻപ് PSC എഴുതി കിട്ടും. 34 വയസ്സ്, കിട്ടിയില്ല. 35 കഴിഞ്ഞു, ഇനി ഗവൺമെന്റ് ജോലിയും ലഭ്യമാകുകയില്ല. ഇപ്പോൾ ആ വ്യക്തിയെ നോക്കിയാൽ ഒരു നിരാശ, ഒരു ദുഃഖം, നിരാശയല്ല, അതിന്റെ ആദ്യത്തെ പടിയാകുന്ന ഒരു ദുഃഖം, സാഡ്നസ് ആ വ്യക്തിയെ മൂടിയിരിക്കുന്നു. വേണ്ടവണ്ണം ഒന്ന് സന്തോഷിക്കുവാനോ വേണ്ടവണ്ണം ഒന്ന് ചിരിക്കുവാനോ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. ഓർത്തുകൊള്ളുക, ഓരോരുത്തർക്കും ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യമുണ്ട്. ദൈവിക പദ്ധതിയിൽ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ അഭിഷക്തന്മാരോട് പറയട്ടെ, അഭിഷക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവം നിങ്ങൾക്ക് ഏൽപ്പിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളിൽ ആരുമായി മത്സരിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും യുണീക്നെസ് ഉണ്ട്. അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിന് യുണീക്നെസ് ഉണ്ട്. മറ്റൊരാൾക്ക് 10,000 പേരുടെ സഭയുണ്ട്, വേറൊരാൾക്ക് 20,000 പേരുടെ സഭയുണ്ട്. നീ മത്സരിക്കേണ്ട കാര്യമില്ല. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഒരു ചെറിയ ദൗത്യമാണെങ്കിലും ആ ദൗത്യത്തിൽ നീ വിശ്വസ്തനായിരുന്നു കഴിഞ്ഞാൽ അതിൽ നിനക്കൊരു സന്തോഷം അനുഭവിക്കുവാൻ കഴിയും. മത്സരമുണ്ടാകുമ്പോൾ മനസ്സിൽ തന്നെ ആ വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ മത്സരമുണ്ടാകുന്നില്ല. എന്നാൽ അവന്റെ ഉയർച്ച കാണുമ്പോൾ, അവന്റെ സഭ വലുതാകുന്നു, അവന്റെ ശുശ്രൂഷ വലുതാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു മത്സരമുണ്ടാകുന്നതിനാൽ ആ മത്സരം തന്നെ വേണമെങ്കിൽ ഒരു ദുഃഖത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ സാധ്യതയുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും നിങ്ങൾ ജോലി അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 35 വയസ്സ് വരെയും നിങ്ങൾ ജോലി അന്വേഷിച്ചു, നിങ്ങൾക്ക് ജോലി ലഭിച്ചില്ല. അവിടെയും നിങ്ങൾ തളരാതെ ആ ദുഃഖത്തിന്, തീവ്ര ദുഃഖത്തിന് നിങ്ങൾ അടിമപ്പെടാതെ വീണ്ടും നിങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് സ്റ്റെപ്പുകൾ വെക്കുകയാണെങ്കിൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും. ഒരു പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ലോകപ്രസിദ്ധനാകുന്ന വിൻസെന്റ് ചർച്ചിൽ പറഞ്ഞതാണ് നെവർ 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 നെവർ. ആ നെവർ വീണ്ടും വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയാണ്. തന്റെ പടയാളികളെ നോക്കി അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നെവർ 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 ഗിവ് അപ്പ്. എത്ര നിങ്ങൾ തോറ്റാലും നിങ്ങൾ പിടിവിടരുത്. വീണ്ടും ശ്രമിക്കുകയാണെങ്കിൽ ഒരു അത്ഭുതം സംഭവിക്കും. ഇവിടെ ഈ വൈദ്യുതി ബൾബുകൾ പ്രകാശിക്കുന്നു. ഇത് എത്തിയ തോമസ് ആൽഫ എഡിസൺ, അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹത്തിന്റെ പരീക്ഷണശാല മുഴുവൻ കത്തിപ്പോയി. ഓരോ ദിവസവും ഫിലമെന്റ് കണ്ടെത്തുവാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. 1, 2, 3, 40, 50 കണ്ടെത്തുവാൻ കഴിയുന്നില്ല. അതിന്റെ ഫൈനൽ നിമിഷത്തിൽ ആ ഫിലമെന്റ് അദ്ദേഹത്തിന് പൂർത്തിയാക്കുവാൻ കഴിയുന്നില്ല. വീണ്ടും ശ്രമിച്ചു. തന്റെ പരീക്ഷണശാല മുഴുവൻ കത്തിപ്പോയപ്പോൾ വീണ്ടും ചെറിയ മുറികളിൽ പരീക്ഷണശാലകൾ വീണ്ടും പുനഃസജ്ജീകരിച്ച് വീണ്ടും ആ ഫിലമെന്റ് കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെടാതെ ഒരു മനുഷ്യൻ ശ്രമിച്ചതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ ഈ വെളിച്ചത്തിൽ ഇരിക്കുന്നത്. ഓർക്കുക, ആ മനോബലം നിനക്ക് തരുവാൻ യേശു വിശ്വസ്തനാണ്. ആമേൻ. ഒരു തീവ്ര ദുഃഖത്തിന് നീ അടിമയാകരുത്, സാഡ്നസിന് നീ അടിമയാകരുത്. ആരെങ്കിലും ആ സ്വാധീനത്താൽ ഞെരുക്കം അനുഭവിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ യേശു നിങ്ങളെ വിടുവിക്കുവാൻ വിശ്വസ്തനാണ്.
അതൊരു നിഴലാണ്, അതൊരു പുതപ്പാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇന്നലെ പകൽ ഞാൻ ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദുഃഖം, അവൾ പറഞ്ഞൊരു കല്ലു നീങ്ങിപ്പോകുന്നത് പോലെ തോന്നി എന്നാണ്. നിശ്ചയമായിട്ടും ഒരു ദുഃഖം ഒരു കല്ല് പോലെ ഭാരമുള്ളതാണ്. ഇന്ന് പ്രഭാതത്തിൽ ഒരു സഹോദരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ആ സഹോദരി വരികയുണ്ടായി. അവൾക്ക് നാളുകളായിട്ടുള്ള തലവേദനയാണ്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് പലതിനെ ചൊല്ലിയുള്ള വിചാരങ്ങൾ, കടഭാരം, അതിനെ ചൊല്ലിയുള്ള വിചാരമുണ്ട്. നോക്കുക, ആ സഹോദരിയോട് ഞാൻ പറഞ്ഞ വിചാരം തന്നെ നിന്റെ തലയിൽ ഒരു കല്ല് വെക്കുന്നതിന് തുല്യമാണ്. അത് ആ ഭാരമായി വരുമ്പോൾ തലയ്ക്ക് വേദനയുണ്ടാകും. പ്രാർത്ഥിച്ചപ്പോൾ, ഇന്നലെ ഞാൻ ആ സഹോദരിക്ക് പ്രാർത്ഥിച്ചപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ ഒരു കല്ല് നീങ്ങിപ്പോകുന്നു, ഒരു ഭാരം നീങ്ങിപ്പോകുന്നത് പോലെ. ആരെയെങ്കിലും ദുഃഖം സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു പ്രായോഗിക ശുശ്രൂഷയാകുന്നതിനാൽ ഒരു നിമിഷം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചോ. യേശു നിങ്ങളുടെ മേൽ നിന്ന് ആ ദുഃഖത്തിന്റെ നിഴൽ ഇപ്പോൾ തന്നെ മാറ്റുവാൻ പോകുകയാണ്. ഒരു വലിയ സമാധാനവും ഒരു വലിയ സന്തോഷവും യേശു നിങ്ങൾക്ക് നൽകി തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളടച്ച്, ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു പരാജയ ബോധത്തിൽ നിന്ന്, ആമേൻ, എന്തോ നീ എക്സ്പെക്ട് ചെയ്തു, പക്ഷേ നിനക്കത് പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല. എ ഫെയിൽഡ് എക്സ്പെക്ടേഷൻ, എ ഫെയിൽഡ് ലോസ്, എ ഫെയിൽഡ് ഡ്രീം, ഒരു ദുഃഖം, അത് നിനക്ക് വേദനയുളവാക്കുന്നു. എൻ്റെ സഭ വർദ്ധിച്ചില്ലല്ലോ, എൻ്റെ സഭയിൽ 10,000 പേരില്ലല്ലോ, അത് നിനക്ക് വേദനയുളവാക്കുന്നു. ഇന്ന് പകൽ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വേദനയുളവാക്കുന്ന ആ ദുഃഖത്തോട്, ആ സാഡ്നെസ്സിനോട് ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ഈ വ്യക്തികൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ വിട്ടുപോ, മനസ്സുകളുടെ ഉള്ളറകളിൽ നിന്ന് വിട്ടുപോ. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. സാഡ്നെസ് ഉണ്ടാകുകയാണെങ്കിൽ, അത് തുടരുകയാണെങ്കിൽ അത് വർദ്ധിക്കുവാൻ ഇടവരും, അടുത്ത അളവുകളിലേക്ക് പോകും. മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഓർമ്മകളിൽ ദുഃഖം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ഫിയറിലേക്ക് കൊണ്ടുപോകും. ഇതെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുകയാണ്. സാഡ്നെസ് കഴിഞ്ഞാൽ മനസ്സിനൊരു സൗഖ്യം വേണമോ? ആ ചോദ്യത്തിന് മറുപടിയായി മറ്റൊരു അടയാളം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയും. സെൽഫ് പിറ്റി. എല്ലാവരിലും കാണണമെന്നില്ല, എന്നാൽ ചിലരിൽ സെൽഫ് പിറ്റി കാണുവാൻ സാധ്യതയുണ്ട്. ഇൻഫീരിയോറിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് സെൽഫ് പിറ്റി. സെൽഫ് പിറ്റി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സ്വയ സഹതാപം. എനിക്ക് എന്നോട് തന്നെ സഹതാപം തോന്നുന്നു. സെൽഫ് പിറ്റി ഈസ് സപ്പോർട്ടഡ് ബൈ തിങ്കിങ് ഓൺലി ഓഫ് us and no one else. എപ്പോഴും എന്നെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു, എനിക്ക് എന്നോട് തന്നെ സ്വയ സഹതാപം തോന്നുന്നു. അതാണ് സെൽഫ് പിറ്റി എന്ന് പറയുന്നത്. ഈ സെൽഫ് പിറ്റി, എനിക്കൊരു ആശാഭംഗം വരുമ്പോൾ ഞാൻ എന്നെ തന്നെ നിഷേധാർത്ഥകമാകുന്ന നിലയിൽ ആശ്വസിപ്പിക്കും. ഒരു പരാജയം എനിക്ക് സംഭവിക്കുമ്പോൾ ഞാൻ എങ്ങനെ എന്നെ ആശ്വസിപ്പിക്കുന്നത്? നിഷേധാർത്ഥകമാകുന്ന നിലയിൽ. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, ശുശ്രൂഷകന്മാരാകുന്ന ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെടുന്നു. ഒരു ശുശ്രൂഷയിൽ, ഒരു പ്രത്യേക ശുശ്രൂഷയിൽ നിയോഗിക്കപ്പെടുന്ന ആ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് വേണ്ടവണ്ണം ശോഭിക്കുവാൻ കഴിഞ്ഞില്ല, പറയുവാൻ കഴിഞ്ഞില്ല, ഏൽപ്പിച്ച വചനം പറയുവാൻ കഴിഞ്ഞില്ല, ശോഭിക്കുവാൻ കഴിഞ്ഞില്ല. അന്തരീക്ഷം മുഴുവൻ വരണ്ടുപോയി, ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു, പരാജയപ്പെട്ടു. അങ്ങനെ തന്നെ പറയുവാൻ കഴിയും. ആ സന്ദർഭത്തിൽ ആ ശുശ്രൂഷയിൽ പരാജയപ്പെട്ട ദൈവദാസൻ തന്നെ ആശ്വസിപ്പിക്കുകയാണ്. ഓ, നീ ഗുണമില്ലാത്തവനാടാ, എന്നാലും നീ വന്ന വീട് ഇന്ന പശ്ചാത്തലത്തിൽ നിന്നല്ലേ നീ വന്നത്. ഈ അഭിഷേകമൊക്കെ ഉണ്ടെങ്കിലും നിന്നിൽ ഇത് പ്രയോജനപ്പെടുവാൻ പോകുന്നില്ല. ആ ആശാഭംഗത്തെ തൻ്റെ മനസ്സ് തന്നെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നിഷേധാർത്ഥകമാകുന്ന നിലയിൽ. അതാണ് സെൽഫ് പിറ്റി എന്ന് പറയുന്നത്. ഇന്റർവ്യൂവിന് പോകുന്ന ഒരു വിദ്യാർത്ഥി, മാത്തമാറ്റിക്സിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, ആ ഫസ്റ്റ് ക്ലാസ് ലഭിച്ച സർട്ടിഫിക്കറ്റുമായിട്ട് ഇന്റർവ്യൂവിന് പോകുന്നു. ഇന്റർവ്യൂവിന് പോയി അവൻ ഇന്റർവ്യൂവിന് ലഭിച്ചില്ല, ജോലി ലഭിച്ചില്ല. ഇറങ്ങി വരുമ്പോൾ അവൻ്റെ മനസ്സ് അവനെ തന്നെ ആശ്വസിപ്പിക്കുക. എടാ, നീ ജനിച്ച കുടുംബം ബന്ധിക്കപ്പെട്ട കുടുംബമാ, ശപിക്കപ്പെട്ട കുടുംബമാ. ആമേൻ. ഈ കുടുംബത്തിൽ നിന്ന് വരുന്നവനൊന്നും നന്നാകത്തില്ല. അവൻ ആ ഇന്റർവ്യൂവിൽ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവന്റെ ആശാഭംഗത്തിൽ അവനെ തന്നെ ആശ്വസിപ്പിക്കുന്നത് നിഷേധാർത്ഥകമാകുന്ന നിലയിൽ. ആമീൻ. സെൽഫ് പിറ്റി ഇല്ലാത്ത ഒരാൾ ഇന്റർവ്യൂവിന് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇന്റർവ്യൂവിന് പോയി മാത്തമാറ്റിക്സിന്റെ ഫസ്റ്റ് ക്ലാസ് ഉള്ളവൻ ഇന്റർവ്യൂവിന് ജോലി ലഭിച്ചില്ല, ഇറങ്ങി വരുമ്പോൾ അവനെ തന്നെ ആശ്വസിപ്പിക്കും, ഇതിലും മെച്ചമാകുന്ന ജോലി യേശു എനിക്ക് വേണ്ടി വെച്ചിരിക്കുക, അതുകൊണ്ടാണ് ഇത് ലഭിക്കാതെ പോയത്. ആമീൻ. അതാണ് വിവേകം എന്ന് പറയുന്നത്. 1000 പ്രാവശ്യം നീ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു രോഗിയും സൗഖ്യമായില്ലെങ്കിലും നീ വിശ്വസിക്കണം, 1001ാമത്തെ വ്യക്തി സൗഖ്യമാകുവാൻ പോകുകയാണ്. ആമേൻ. 100 പ്രാവശ്യം പ്രസംഗിച്ചിട്ടും നിന്റെ പ്രസംഗം വിജയകരമാകുന്ന അളവിൽ വരുന്നില്ല എങ്കിൽ നീ വീണ്ടും ആത്മവിശ്വാസം ഏറ്റെടുക്കണം, ഞാൻ ജയിക്കും. അതാണ് ക്രിസ്തുവിന്റെ മനസ്സെന്ന് പറയുന്നത്.
ആ മനസ്സുള്ളവന് സെൽഫ് പിറ്റിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. ആ സ്വയ സഹതാപത്തിൽ നിന്ന് ഉളവാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അതിൽ നിന്നുളവാകുന്ന അടുത്തൊരു പടിയാണ് സെൽഫ് ഹേറ്റ്രഡ് എന്ന് പറയുന്നത്. ഈ സാഡ്നസ് വരുന്നു, സ്വയം സഹതാപം, സെൽഫ് പിറ്റി വരുന്നു. അതൊരാളിനെ കൊണ്ടെത്തിക്കുന്നത് സെൽഫ് ഹേറ്റ്രഡിലാണ്, സ്വയവിരോധത്തിൽ. ആ വ്യക്തി തന്നെ വെറുക്കുവാൻ തുടങ്ങുന്നു. ഞാൻ ചില സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുന്നതായിരിക്കും. ഡിസ്കറേജ് ടോൾഡ് മീ ദാറ്റ് ഐ വാസ് നോ ഗുഡ്. നിരാശ, ഡിസ്കറേജ്മെന്റ് എന്നോട് പറഞ്ഞു എന്നെ കൊള്ളുകയില്ല. നോട്ട് വർത്തി ഓഫ് ഗോഡ്സ് ലവ് ഓർ ഹെൽപ്പ്. ദൈവത്തിന്റെ സ്നേഹത്തിനോ സഹായത്തിനോ എനിക്ക് അത് ലഭ്യമല്ല. ഷെയിം ഹാഡ് പോയ്സൺഡ് മീ. മൈ ഇന്നർ മാൻ, പോയ്സൺ മൈ ഇന്നർ മാൻ. നാണം എൻ്റെ അകത്തെ മനുഷ്യനെ വിഷാംശതുല്യമാക്കി, പോയ്സൺ ചെയ്തു. I was not only ashamed of what had been done to me, but I was ashamed of myself. എനിക്ക് എതിരെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല എനിക്ക് നാണമുള്ളത്, ഞാൻ എന്നെക്കുറിച്ച് തന്നെ നാണിക്കുവാൻ തുടങ്ങി. Amen. Deep down inside, I do not like myself. ഏറ്റവും അകത്ത് എനിക്ക് എന്നോട് വെറുപ്പാണ്. സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിനകത്ത് ചിലരെങ്കിലും കാണും, ഡീപ് ഡൗൺ നിങ്ങളൊന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പില്ലേ? അങ്ങനെ വെറുപ്പുണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിക്കുന്നത്. ഡീപ് ഡൗൺ ഒരു പരാജയം, 2 പരാജയം, ആ വ്യക്തി തിരസ്കരിച്ചു. അവിടെ നിന്ന് ലഭിക്കേണ്ട സ്നേഹം ലഭിച്ചില്ല. എല്ലാവരും കൈവിടുന്നു. ഒരു നിലകളിലും ഉയർച്ച പ്രാപിക്കുവാൻ കഴിയുന്നില്ല. എത്തുന്ന നിഗമനം എന്താണെന്നറിയാമോ? എനിക്ക് എന്നോട് തന്നെ വിരോധം തോന്നുന്നു. ഡീപ് ഡൗൺ ഇൻസൈഡ് ഞാൻ എന്നെ വെറുക്കുന്നു. അത് നമ്മെ കൊണ്ടെത്തിക്കുന്നത് ലോ സെൽഫ് എസ്റ്റീമിലാണ്. നമ്മെക്കുറിച്ച് തന്നെ നാം ഒരു നിഗമനത്തിൽ എത്തിച്ചേരും, എനിക്ക് ഒരു ഗുണവുമില്ല, ലോ സെൽഫ് എസ്റ്റീം. ലോ സെൽഫ് എസ്റ്റീം അത് വർദ്ധിക്കുകയാണെങ്കിൽ, അത് ക്രോണിക് ആകുകയാണ് എങ്കിൽ നിന്റെ കഴിവുകളൊന്നും നിനക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുകയില്ല. പ്രസംഗിക്കുവാൻ നിനക്ക് കൃപയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിനക്ക് വേദിയിൽ കയറാൻ കഴിയത്തില്ല. ലോ സെൽഫ് എസ്റ്റീമാണ്. നീ പ്രസംഗിക്കാൻ വരുന്നതിന് മുന്നമേ ഒരു നിഗമനത്തിൽ എത്തിച്ചേരും, എന്നെ കൊണ്ടത് കഴിയുകയില്ല, എനിക്കതിന് പ്രാപ്തിയില്ല. അങ്ങനെ നീ ചിന്തിച്ചുകൊണ്ട് ഈ വേദിയിൽ കയറിയാൽ തന്നെ നിന്റെ വാക്കുകൾ ഇടയ്ക്ക് വെച്ച് മുട്ടിപ്പോകുവാൻ ഇടവരും, പൂർത്തീകരിക്കുവാൻ കഴിയുകയില്ല. ഈ ഡീപ് ഇൻസൈഡിൽ നീ നിന്നെ തന്നെ വെറുക്കുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി അത് തന്നെ തുടർന്ന് വർദ്ധിച്ച് അതിനാൽ ഒരാൾ പൊസസ്ഡ് ആകുകയാണെങ്കിൽ ആ വ്യക്തി ആത്മഹത്യ ചെയ്യുവാൻ ഇടവരും. മറന്നു പോകരുത്, ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്ന വാർത്ത നിങ്ങൾ പത്രത്തിൽ വായിക്കുമ്പോൾ ഒരു രാവിലെ അയാൾക്ക് തോന്നി എന്നാൽ ആത്മഹത്യ ചെയ്തേക്കാം, എടുത്തു കയർ കെട്ടി മരിച്ചതാണ്. നോ, വർഷങ്ങളായി അവനെ പലതും അനുഗമിച്ച് അവനോട് തന്നെ അവന്റെ മനസ്സ് പറഞ്ഞ് നിന്നെ കൊള്ളില്ല, നിന്നെ കൊള്ളില്ല, നിന്നെ കൊള്ളില്ല. അങ്ങനെ വാതിൽ തുറക്കപ്പെട്ട് ആത്മഹത്യയുടെ ദുരാത്മാവിന്റെ ഉള്ളിൽ കയറി ഡീപ് ഡൗൺ ഇൻസൈഡ് സെൽഫ് ഹേറ്റ്രഡ്, സെൽഫ് പിറ്റി, സാഡ്നസ്, ഇവയെല്ലാം കയറി 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 ഒടുവിൽ അവന് മരിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. അവസാനം ഒരു കയറെടുത്തത് അവൻ കെട്ടിത്തൂങ്ങി മരിക്കുകയാണ്. ആരെങ്കിലും ഇതിന്റെ നടുവിൽ അങ്ങനെ ഡീപ് ഡൗൺ ഇൻസൈഡ് നിങ്ങളെ തന്നെ വെറുക്കുന്നവരായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ നിന്നുളവാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സെൽഫ് കണ്ടംനേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ചിലരെങ്കിലും ഇത് തിരിച്ചറിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നാം നമ്മെ തന്നെ കുറ്റം വിധിക്കുവാൻ തുടങ്ങും. സെൽഫ് കണ്ടംനേഷൻ. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ കൃപയുള്ളവരാണെങ്കിൽ രാവിലെ 3 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. രാവിലെ എഴുന്നേറ്റിൽ 6 മണി വരെ 8 മണി വരെ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സെൽഫ് കണ്ടംനേഷൻ, ഞാൻ പ്രാർത്ഥിച്ചില്ല അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരു ബന്ധനം, അത് പൊട്ടണം. നീ പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല നിന്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുന്നത്. നീ പ്രാർത്ഥിക്കണ്ട. നിന്നെ കർത്താവ് സ്നേഹിക്കുന്നത്, നിന്നെ കർത്താവ് വിടുവിക്കുന്നത് നിന്റെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണോ? നോ, കർത്താവ് നിനക്ക് കൃപ തന്നിട്ടാണ് നീ പ്രാർത്ഥിക്കുന്നത്. ആമീൻ. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് നിനക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ മുറിയിൽ വന്ന് നിന്നെ ബലപ്പെടുത്തുകയാണ്. സെൽഫ് കണ്ടംനേഷനിലേക്ക് പോകുന്നു. എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയുന്നില്ല, അയ്യോ എനിക്ക് ഉപവസിക്കുവാൻ കഴിയുന്നില്ല. ആ ബന്ധനം പൊട്ടിപ്പോകട്ടെ. അത് അഭിഷക്തന്മാരുടെ ജീവിതത്തിൽ അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അതും വ്യത്യസ്തമാകുന്ന നിലകളിലുള്ള സെൽഫ് കണ്ടംനേഷൻ ആയിരിക്കും. സെൽഫ് കണ്ടംനേഷൻ ഒരു ബന്ധനമാണ്. അത് ഗിൽറ്റിലേക്ക് കൊണ്ടുപോകും. സ്വയം കുറ്റപ്പെടുത്തുന്നത് ഒരു പെയിൻഫുൾ ആണ്. കത്തി കൊണ്ട് സ്വയം കുത്തുന്നത് പോലാണ്. പ്രിയമുള്ളവരെ, അതിൽ നിന്ന് യേശു നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. സിമ്പിൾ റിവൈവലിന്റെ നിർവചനം എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. നിങ്ങൾ യേശുവിനെ നല്ലതുപോലെ അങ്ങ് സ്നേഹിക്കുക.
സ്നേഹിക്കാൻ വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. യേശുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാവുന്നുണ്ടെങ്കിൽ അത് തന്നെ സ്നേഹമാണ്. പിന്നെ നല്ലതുപോലെ കിടന്നുറങ്ങുക, നല്ലതുപോലെ ശാപ്പാട് കഴിക്കുക, ഉണർവുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കുമോ? ഞാനൊരു രഹസ്യം പറയാം. നിങ്ങൾ ദൈവസ്നേഹത്താൽ നിറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങണം. പെൺകുട്ടികൾക്കൊക്കെ അവരെ തന്നെ, കൊച്ചു കുട്ടികൾ, ഈ 10-18 വയസ്സുള്ള പെൺകുട്ടികൾ എല്ലാം സെൽഫ് ഹേറ്റഡ് ഉള്ളവരാണ്. കണ്ണാടി നോക്കുന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണവർക്ക് കൊള്ളില്ല. തലമുടി നോക്കുന്നുണ്ടെങ്കിൽ തലമുടി ശരിയല്ല. നിന്റെ കണ്ണിനെ നീ